നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കി 5 പേരെ കൂട്ടക്കൊലക്കിരയാക്കിയ പ്രതി അഫാൻ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയമേ കീഴടങ്ങുകയായിരുന്നു. പക്ഷേ ഈ സ്റ്റേഷനിലെത്തി കീഴടങ്ങുമ്പോഴെല്ലാം തന്നെ യാതൊരു കൂസലുമില്ലാതെയാണ് അവിടെ പോയതും. സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് അഫാൻ അകത്തേക്ക് കയറിപ്പോയത്. ഒരു ഒപ്പിടാൻ വേണ്ടി എത്തിയതെന്നാണ് അഫാൻ തന്നോട് പറഞ്ഞതെന്ന് പിന്നീട് സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആലിഫിന്റെ വാക്കുകളിലേക്ക്, എനിക്ക് കൊച്ചുനാൾ മുതൽ അഫാനെ അറിയാം. എന്നെ കണ്ടിട്ട് മച്ചാനെ എന്ന് വിളിച്ചാണ് ഓടി വന്നത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു. അകത്ത് ചെന്നതിന് ശേഷമാണ് 5 പേരെ കൊന്നിട്ട് വന്നതാണെന്ന് പോലീസുകാരോട് പറഞ്ഞത്. ഈ സമയത്ത് ആള് നല്ല കൂളായിരുന്നു. അവന്റെ മുഖത്ത് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ബൈക്കിന്റെ ചാവി കറക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത്. ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നലെ സംസാരിച്ചതെന്നാണ് ആലിഫ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 താഴെ പാങ്ങോട് എലച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമ ബീവിയെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഉപ്പയുടെ സഹോദരന്റെ വീട്ടിലോട്ടാണ് പോയത്. അതിനു മുൻപ് ഈ മുത്തശ്ശിയുടെ കഴുത്തിലെ സ്വർണ്ണമാല ഊരി അത് പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റികയും കത്തിയും എല്ലാം തന്നെ പ്രതി വാങ്ങിയത്. തുടർന്നാണ് പിതൃസഹോദരന്റെ വീട്ടിലെത്തി അവിടെ 2 പേരെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നു. അവിടെ 3 പേരെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ ഉമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സമയം 6 മണിയോട് അടുത്തിരുന്നു. തുടർന്നാണ് നേരെ കുളിച്ച് ദേഹത്ത് പുരണ്ട രക്തക്കറയെല്ലാം തന്നെ തുടച്ചു മാറ്റി പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ പോയിരിക്കുന്നത്. അഫാന്റെ ഉപ്പ റഹീം ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കണിയിലായിരുന്നു. അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല. അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് കൊല നടത്തിയെന്നാണ് സൂചന. വെഞ്ഞാറമൂട്ടിൽ 5 പേരെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രതി അതിനുശേഷം എലിവിഷം കഴിച്ചതായി സ്റ്റേഷനിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. 8 വർഷം മുമ്പും ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് അന്ന് ഇപ്പോൾ 23 വയസ്സാണ് പ്രായം. അപ്പോൾ 8 വർഷം മുമ്പ് ഇത്തരത്തിൽ തനിക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ അന്നും അഫാൻ എലിവിഷം കഴിച്ചാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. അന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇന്നലെ കൂട്ടക്കൊലപാതകം നടത്തിയ ശേഷവും പ്രതി എലിവിഷം കഴിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 6-നും ഇടയിലാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. സ്വന്തം അനിയൻ, പെൺസുഹൃത്ത്, അമ്മ, പിതൃമാതാവ്, പിതൃസഹോദരന്റെ ഭാര്യ എന്നിവരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിൽ അമ്മ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പിതൃമാതാവ് സൽമ ബീവിയാണ് അഫാൻ ആദ്യം കൊലപ്പെടുത്തിയത്. പിന്നാലെ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് തിരികെ വീട്ടിലെത്തിയിട്ടാണ് കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. ഏതായാലും കൊല്ലപ്പെട്ടെന്ന് കരുതി ഷെമിയെ മുറിയിലിട്ട് പൂട്ടിയ ശേഷമായിരുന്നു പിതൃമാതാവിനെ കൊലപ്പെടുത്താൻ പോയത്. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ എലിവിഷം കഴിച്ച് ആത്മഹത്യയിൽ ശ്രമിച്ച അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വലിയ ചുറ്റിക ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ മൃതദേഹങ്ങളുടെ എല്ലാം തലയിൽ തന്നെ ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. അതാണ് മരണകാരണവും.